ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക് എന്താണ് സിസ്റ്റം ഡിപ്പെൻഡബിലിറ്റി എന്നാണ്. നമ്മളെല്ലാവരും സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സിസ്റ്റം ക്രാഷോ ഫെയിലിയറോ ഒക്കെ ഉണ്ടായി നമ്മൾ കൊടുക്കുന്ന സർവീസ്, റിക്വസ്റ്റ് ചെയ്ത സർവീസ് നമുക്ക് കിട്ടാതെയും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ സിസ്റ്റത്തോടുള്ള വിശ്വസ്തത കുറയുകയാണ് ചെയ്യുന്നത്. ഇനി സിസ്റ്റം ഡിപ്പെൻഡബിലിറ്റി മീൻസ് ഡിപ്പെൻഡബിലിറ്റി ഓഫ് ദ സിസ്റ്റം ഇക്വേറ്റ്സ് ടു ഇറ്റ്സ് ട്രസ്റ്റ് വർത്ത്നെസ്. കാര്യം വിശ്വസ്തതയാണ് ശരിക്കും ഒരു സിസ്റ്റത്തിൻ്റെ ഡിപ്പെൻഡബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിപ്പെൻഡബിലിറ്റി മീൻസ് ദ ഡിഗ്രി ഓഫ് യൂസർ കോൺഫിഡൻസ്. യൂസറിന് ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസും കൂടി നമുക്ക് എന്താ പറയാം, സിസ്റ്റം ഡിപ്പെൻഡബിലിറ്റി എന്ന് മീൻസ് എ സിസ്റ്റം ദാറ്റ് ഈസ് ട്രസ്റ്റഡ് ബൈ ഇറ്റ്സ് യൂസർ. അപ്പോൾ 4 രീതിയിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് സിസ്റ്റം ഡിപ്പെൻഡബിലിറ്റിക്ക് ഉള്ളത്. 1 അവൈലബിലിറ്റി, 2 റിലയബിലിറ്റി, 3 സേഫ്റ്റി, സെക്യൂരിറ്റി. ഇനി എന്താണ് അവൈലബിലിറ്റി എന്നുള്ള? Informally, availability means the probability that the system will be able to deliver useful service at any given time. നമ്മൾ ഇൻസുലിൻ പമ്പിൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് പറഞ്ഞായിരുന്നു. ആ ഒരു സമയത്ത് അതിൻ്റെ ഡിപ്പെൻഡബിലിറ്റി പോകാൻ സാധ്യതയുള്ള ഒരു കേസ് പറഞ്ഞത് ഇൻസുലിൻ്റെ അവൈലബിൾ അല്ല എന്നൊരു സിറ്റുവേഷൻ വരെയാണെങ്കിൽ ഡിപ്പെൻഡബിലിറ്റി അവിടെ പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി മീൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന സർവീസ് കറക്റ്റ് സമയത്ത് അവൈലബിൾ ആയിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പറയുന്നത് റിലയബിലിറ്റി. എന്താണ് റിലയബിലിറ്റി? റിലയബിലിറ്റി മീൻസ് പ്രോബബിലിറ്റി ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം that the system will correctly deliver services expected by the user. ഇപ്പം ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന സർവീസ് ഏതെങ്കിലും ഒരു സമയത്ത് കൊടുക്കാതെ കറക്റ്റ് ഏത് സമയത്താണോ നമുക്ക് വേണ്ടുന്നത് ആ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള സർവീസ് ആ സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് പറയാം ആ സിസ്റ്റം റിലയബിൾ ആയിരിക്കുമെന്ന്. 3 എന്ന് പറയുന്നത് സേഫ്റ്റി. സേഫ്റ്റി മീൻസ് ജഡ്ജ്മെൻറ്റ് ഓഫ് ഹൗ ലൈക്ലി ദാറ്റ് ദ സിസ്റ്റം വിൽ കേസ് ഡാമേജ് ടു പീപ്പിൾ ഓർ ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് ഫെയിലിയർ ഉണ്ടാവാതെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ദി സിസ്റ്റം ടു ഓപ്പറേറ്റ് വിത്തൗട്ട് കറ്റാസ്ട്രോഫിക് ഫെയിലിയേഴ്സ്. ഇപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നതാണ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്യൂരിറ്റി മീൻസ് എ ജഡ്ജ്മെൻറ്റ് ഓഫ് ഹൗ ലൈക്ലി ദാറ്റ് ദ സിസ്റ്റം ക്യാൻ റെസിസ്റ്റ് accidental or deliberate intrusions. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ the ability of system to protect itself against accidental or deliberate intrusion. ആക്സിഡൻഷ്യൽ ആയിട്ടുണ്ടാവുന്നതോ അല്ലെങ്കിൽ ഉണ്ടാവുന്ന പല ഡാമേജുകളിൽ നിന്നും സിസ്റ്റത്തെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 4 പോയിന്റുകളാണ് സിസ്റ്റം ഡിപ്പെൻഡബിലിറ്റിയുടെ മെയിൻ 4 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? അവൈലബിലിറ്റി, സിസ്റ്റം എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. റിലയബിലിറ്റി, സിസ്റ്റം കൊടുക്കുന്ന ഡേറ്റ കറക്റ്റ് സമയത്ത് അവൈലബിൾ ആയിരിക്കണം. സേഫ്റ്റി മീൻസ് ഏത് രീതിയിലുള്ള ഡാമേജുകളിൽ നിന്നും സിസ്റ്റത്തെ സേഫ് ആക്കാൻ പറ്റണം. അതുപോലെ സെക്യൂരിറ്റി മീൻസ് ആക്സിഡൻഷ്യൽ ആയിട്ടുണ്ടാവുന്ന നഷ്ടങ്ങളിൽ നിന്ന് സെക്യൂർഡ് ആയിരിക്കണം സിസ്റ്റം എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളുണ്ട് പറയുന്നത്. നമ്മൾ ക്രിട്ടിക്കൽ സിസ്റ്റം എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ സിസ്റ്റം ഒക്കെ പറഞ്ഞു. ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഒരു ക്രിട്ടിക്കൽ സിസ്റ്റം ഒരു സിമ്പിളായിട്ടുള്ളൊരു സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാൻക്രിയാസിൻ്റെ ഫംഗ്ഷൻ സിമുലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള എംബഡഡ് ആയിട്ടുള്ള ഇൻസുലിൻ പമ്പിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നത്. അത് കൂടിയാലും കുറഞ്ഞാലും മനുഷ്യന് ദോഷമാണ്. കൂടിക്കഴിഞ്ഞാൽ കണ്ണ്, കരൾ, അതുപോലെ ഹൃദയം തുടങ്ങിയ അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും
അത് കുറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് ആവുകയോ മരണം വരെ സംഭവിക്കാനും ഇടയുണ്ട്. അപ്പം ഈ പറയുന്ന ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇൻസുലിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ കറക്റ്റ് പാൻക്രിയാസിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എക്സ്റ്റേണലി ഒരു ഡിവൈസ് വെച്ച് സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നീഡിൽ, മനുഷ്യ ശരീരത്തിൽ കുത്തിവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നീഡിൽ ഉണ്ടാവും, ഒരു സെൻസർ ഉണ്ടാവും, ബ്ലഡ് ഷുഗർ അനാലിസിസ് ചെയ്യാൻ വേണ്ടി സെൻസർ ഉണ്ടാവും, ഒരു കൺട്രോളർ ഉണ്ടാവും, അലാം മീൻസ് ഒരു കൺട്രോളർ ഒരു സിഗ്നൽ കൊടുത്തു കഴിയുമ്പോഴാണ് അത് വർക്ക് ചെയ്യുകയും ആ പമ്പിൽ നിന്നും ഇൻസുലിൻ നീഡിൽ വഴി മനുഷ്യ ശരീരത്തേക്ക് കുത്തിവെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സെൻസർ എന്ത് ചെയ്യും, മനുഷ്യ ശരീരത്തിലെ ബ്ലഡിൽ നിന്നും ഷുഗർ ലെവൽ അനാലിസിസ് ചെയ്യും. അതിൽ നിന്ന് എടുക്കുന്ന സെൻസർ സെൻസ് ചെയ്യുന്ന വാല്യൂ പമ്പ് കൺട്രോളറിൽ കൊടുക്കുന്നു. പമ്പ് കൺട്രോൾ എന്ത് ചെയ്യും, ആ കിട്ടിയ വാല്യൂവിൽ നിന്ന് എത്ര എമൗണ്ട് ഓഫ് ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ടിലുള്ള ഇൻസുലിൻ പമ്പിലൂടെ ഒരു ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്ത് ആ പമ്പ് വഴി അത് നീഡിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇൻസുലിൻ പമ്പ് സ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഡിപ്പെൻഡബിലിറ്റി എന്ന് പറയുന്നത്. ഡിപ്പെൻഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസറിന് അത്യാവശ്യം വേണ്ടുന്ന ട്രസ്റ്റ്, സിസ്റ്റത്തിനോടുള്ള ഒരു വിശ്വസ്തതയാണ് ഡിപ്പെൻഡബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് കാര്യമാണ് ഹൈ ലെവൽ ഡിപ്പെൻഡബിലിറ്റിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സിസ്റ്റം ഷാൾ ബി അവൈലബിൾ ടു ഡെലിവർ ഇൻസുലിൻ വെൻ റിക്വയർഡ്. എപ്പോഴും ഇൻസുലിൻ ആവശ്യം വന്നു കഴിഞ്ഞാലും ശരിക്കും ഇൻസുലിൻ ഡെലിവർ ചെയ്യണം, സിസ്റ്റം അവൈലബിൾ ആയിരിക്കണം. രണ്ടാമത്തേന്ന് പറയുന്നത് സിസ്റ്റം ഷാൾ പെർഫോം റിലയബിൾ ആൻഡ് ഡെലിവർ ദ കറക്റ്റ് എമൗണ്ട് ഓഫ് ഇൻസുലിൻ. സിസ്റ്റം കൊടുക്കുന്ന ഇൻസുലിൻ കറക്റ്റ് എമൗണ്ടിലുള്ളതും റിലയബിളും ആയിരിക്കണം, വിശ്വസ്ത ആയിട്ടുള്ളതും ആയിരിക്കണം. കാര്യം ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പാൻക്രിയാസ് ഫെയിൽ ആയതുപോലെ തന്നെ സിസ്റ്റവും ഫെയിൽ ആയിരിക്കും. സിസ്റ്റം ഡിപ്പെൻഡബിലിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള 4 ഡയമെൻഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അവൈലബിലിറ്റി, റിലയബിലിറ്റി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അത് കൂടാതെയുള്ള അതർ ഡയമെൻഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്പയറബിലിറ്റി, മെയിൻറ്റെയിനബിലിറ്റി, സർവൈവബിലിറ്റി ആൻഡ് എറർ ടോളറൻസ്. എന്താണ് ഓരോന്നൊന്ന് നോക്കാം. എന്താണ് റിപ്പയറബിലിറ്റി? റിപ്പയറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിഫ്ലക്ട് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ സിസ്റ്റം ക്യാൻ ബി റിപ്പയർഡ് ഇൻ ദ ഇവൻറ്റ് ഓഫ് എ ഫെയിലുവർ. ലിനക്സ് വേഴ്സസ് വിൻഡോസ്. സിസ്റ്റം ഏതെങ്കിലും ഒരു കാരണവശാൽ എവിടെയെങ്കിലും ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ക്വിക്കായിട്ടുള്ളൊരു റിപ്പയർ ആവശ്യമാണ്. അത് റിപ്പയർ ചെയ്യുകയും വേണം. സിസ്റ്റം ഫെയിലുവർ എന്ന് പറയുന്നത് അത് സാധാരണ സംഭവിക്കാറുള്ളതാണ്. പക്ഷേ സംഭവിക്കുന്ന സമയത്ത് അത് ക്വിക്കായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ് റിപ്പയറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The disturbance caused by the failure can be minimized if the system can be repaired quickly. Repairability is improved when the organization using the system has access to source code and has the skill to make changes to the source code. ഇപ്പോൾ റിപ്പയറബിലിറ്റി ചെയ്യാൻ പറ്റുന്നത് ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ സോഴ്സ് കോഡും ആ സോഴ്സ് കോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിൽഡ് പേഴ്സൺസ് ഉണ്ടെങ്കിലാണ് റിപ്പയറബിലിറ്റി ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത് പറയുന്നത് മെയിൻറ്റെയിനബിലിറ്റി. എന്താണ് മെയിൻറ്റെയിനബിലിറ്റി? റിഫ്ലെക്ട്സ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ സിസ്റ്റം ക്യാൻ ബി അഡാപ്റ്റഡ് ടു ന്യൂ റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സിസ്റ്റം പുതിയ രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പുതിയ മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരും. It is important to maintain the usefulness of the system by changing it to accommodate these new requirements. പുതിയ റിക്വയർമെൻറ്റ് അഡോപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുകയും വേണം. ഇതാണ് മെയിൻറ്റെയിനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, പുതിയ എന്തെങ്കിലും സിസ്റ്റത്തിൽ കാലത്തിനനുസരിച്ച് മാറുമ്പോഴത്തേക്കും അതിന് മെയിൻറ്റെയിൻ ചെയ്തും കൂടെ സൂക്ഷിക്കാൻ പറ്റണമെന്നുള്ളതാണ് മെയിൻറ്റെയിനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നെന്ന് പറയുന്നത് സർവൈവബിലിറ്റി. ഇത് പറയുന്നത് റിഫ്ലെക്ട്
the extent to which the system can deliver service under attack. സിസ്റ്റം ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് നടന്നു കഴിഞ്ഞാലും സിസ്റ്റത്തിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് സർവൈവബിലിറ്റി പറയുന്നത്. ഇറ്റ് മീൻസ് ദ എബിലിറ്റി ഓഫ് ദ സിസ്റ്റം ടു കണ്ടിന്യൂ ടു ഡെലിവർ സർവീസ് വൈൽ ഇറ്റ് ഈസ് അണ്ടർ അറ്റാക്ക്. 3 strategies to improve survivability. Resistance to attack, attack recognition and recover from the damage caused by an attack. അറ്റാക്കിന് റെസിസ്റ്റ് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജിന് റിക്കവർ ചെയ്യുക. ഇതാണ് സർവൈവബിലിറ്റി പറയുന്നത്. 4ാമത് പറയുന്നത് എറർ ടോളറൻസ്. എറർ ടോളറൻസിൽ പറയുന്നത് റിഫ്ലക്ട് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ യൂസർ input error can be avoided and tolerated. This reflects the extent to which the system has been designed so that user input error are avoided and tolerated. ഇതിൽ യൂസറിൽ നിന്ന് വരുന്ന എറേഴ്സ് ആണ്, ഇൻപുട്ട് എറേഴ്സ് ആണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി യൂസറിനെ റിക്വസ്റ്റ് ചെയ്ത് റീ ഇൻപുട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. When user error occur, the system should detect this error and their fix automatically or request the user to re-input their data.